ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നതായ ശനിയാഴ്ച ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രിയമുള്ളവരെല്ലാം ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ബൈബിൾ ക്ലാസ് പരമ്പരയുടെ 154 ബൈബിൾ ക്ലാസ്സിലാണ് കർത്താവിന്റെ കൃപയാൽ നാം എല്ലാവരും ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചു വരുന്നതായ വെളിപ്പാട് പുസ്തകം ക്രമീകൃത പഠനം എന്നുള്ള വിഷയമാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 9-ാം ഭാഗം പഠിച്ചത് തുയഥൈര സഭയോട് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ദൂതാണ്. ഇന്ന് ഈ 10-ാം ഭാഗത്ത് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് സർദീസ് സഭയുടെ ദൂതന് യേശു കർത്താവ് നൽകുന്ന ദൂതിനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബൈബിൾ ക്ലാസ് ശ്രവിച്ച് ചിലർ എന്നോട് സംശയം ചോദിക്കുകയുണ്ടായി. തുയഥൈര സഭയില് കർത്താവ് കാണുന്ന ഒരു വലിയ തെറ്റ്, വ്യാജ പ്രവാചകിയായ ഇസബേൽ എന്നു പേരുള്ള ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ആ സഭയുടെ ഇടയന്റെ ഭാര്യ തന്നെ അല്ലേ? അങ്ങനെ ചില ദേവദാസന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതേക്കുറിച്ചുള്ള ഒരു സംശയം നിവാരണം നടത്തിയിട്ട് നമുക്കിന്ന് ക്ലാസ് മുൻപോട്ട് പഠിക്കുവാൻ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, ആ ഭാഗം നാം പഠിക്കുമ്പോൾ അതിന്റെ മൂലഭാഷയിൽ ഗ്രീക്കില് അവിടെ എഴുതിയിരിക്കുന്നത് ഗുനൈക്ക എന്നുള്ളൊരു പദമാണ്. മൂലപദം ഗുനൈക്ക. ഗുനൈക്ക എന്ന പദത്തിന് 2 പ്രധാന അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, ഭാര്യ എന്ന അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് യോസഫിനോട് കർത്താവ് പറയുന്നു, നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുവാൻ മടിക്കേണ്ട എന്നുള്ളിടത്ത് ഭാര്യ എന്നുള്ളിടത്ത് ഇതേ വാക്കാണ് ഗുനൈക്ക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഗുനൈക്ക അല്ലെങ്കിൽ ഗുനി എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം ഒരു സ്ത്രീ എന്നുകൊണ്ട് വനിത. നമ്മൾ മലയാളത്തിൽ നല്ല ഭാഷയിൽ പറഞ്ഞാൽ വനിത എന്നുള്ള നല്ലൊരു തർജ്ജമയാണ് ആ ഗുനൈക്ക എന്നുള്ള പദത്തിനുള്ള. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന് തന്നെയാണ്. കാരണം ഭാര്യ എന്ന് ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഭർത്താവിന്റെ കൂടെ പരാമർശം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുനൈക്ക എന്ന ആ മൂലപദത്തിന് ഒരു സ്ത്രീ എന്ന് മാത്രമേ വിശുദ്ധ വേദപുസ്തകം അർത്ഥം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം കൃത്യമായിട്ട് പരാമർശിക്കാത്ത അർത്ഥങ്ങൾ നമ്മൾ അതിൽ കൊടുക്കുന്നത് ശരിയാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് പരമ്പരകളിൽ നമ്മൾ ഒഴിവാക്കാറുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് അതിൻ്റെ മൂല ഭാഷ പഠിക്കുമ്പോൾ അത് ജസബേൽ എന്ന ഒരു സ്ത്രീ എന്ന് തന്നെ, ഗുനൈക്ക ജസബേൽ എന്നുള്ള ഒരു സ്ത്രീ തന്നെ നമുക്കത് എടുക്കാം. അതുകൊണ്ട് ആർക്കും ആ ഒരു സംശയം ഉണ്ടാകേണ്ട. ചിലർ അത് ഭാര്യയാണെന്നൊക്കെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ ആൾക്കാർക്ക് കേൾക്കുവാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാം. കാരണം സഭയുടെ ദേവദാസന്റെ ഭാര്യയാണല്ലോ ഈ വ്യാജപ്രവാചകി. കാരണം അവരൊരു കാരണം പറയുന്നത്, ഒരു സഭയിൽ അധികാരം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകണമെങ്കിൽ അതൊരു ഇടയന്റെ ഭാര്യയാണെങ്കിൽ എളുപ്പമാണ് എന്നുള്ള രീതിയൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ച് വല്ലാതാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരു സഭയെ ഒരുപക്ഷെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരിക്കാം അത്. അങ്ങനെയൊക്കെ ഒരു സഭയുടെ മേൽ ഒരാൾക്ക് അനാവശ്യമായ അധികാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് അത് ഒരു സ്ത്രീ എന്ന് തന്നെ എടുക്കാം, ഭാര്യ എന്നല്ല, ഒരു സ്ത്രീ എന്ന് തന്നെ എടുക്കാം. സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതി നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് നാം പഠിക്കുവാൻ തയ്യാറെടുക്കുന്നത് സർദീസിലെ ഇടയന് കർത്താവ് കൊടുക്കുന്ന ദൂതാണ്. അത് 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ സാവധാനം വായിച്ചു വരുമ്പോൾ, സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ, ദൈവത്തിന്റെ ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സഭാ കാലയളവിൽ വളരെ അടുത്തു വരുന്ന ഒരു ദൂതാണിത്. ഓരോ സഭയോടും, ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്ന ഓരോ സഭയോടും കർത്താവിന് പറയുവാനുള്ള ഒരു ദൂതാണിത്. നമുക്ക് നമ്മുടെ ദൈനംദിന വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടൊന്ന് നോക്കുമ്പോൾ, നമ്മുടെ സഭയിൽ തന്നെ നോക്കുമ്പോൾ വളരെ വ്യക്തമായി ദേവദാസന്മാർ എല്ലാ ഞായറാഴ്ചയും അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, ചിലർ ഉറങ്ങിയിരിക്കുന്നു, ചിലർ മരിച്ചവരെ പോലെ ഇരിക്കുന്നു എന്നുള്ള. അതിന് ചില പദങ്ങളൊക്കെ ദേവദാസന്മാർ ആലങ്കാരികമായി ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിൽ അതൊന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ സർദീസിലെ സഭയുടെ ദൂതന് എഴുതുകയാണ്, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും. ഇവിടെ 7 ആത്മാവ് 7 നക്ഷത്രം. ഞാൻ കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കർത്താവ് ഒരു സഭയോട് ദൂത് പറയുമ്പോൾ തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഷ വളരെ ഗൗരവമുള്ളതാണ്. നമ്മളത് പഠിച്ചിരിക്കണമെന്ന്. ഇവിടെ ദൈവത്തിന്റെ 7 ആത്മാവ് 7 നക്ഷത്രം. നമുക്ക് 7 നക്ഷത്രം എന്താണെന്നറിയാം. അത് സഭയുടെ ഇടയന്മാരെയാണ്, സഭയുടെ ദൂതനെ കാണിക്കുന്നതാണ് 7 നക്ഷത്രം. എന്ന് വെച്ചാൽ ഈ 7 സഭയുടെയും ഇടയന്മാരെ കർത്താവ് തന്റെ കരത്തിൽ വഹിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയന്മാർക്കുള്ള ഒരു കരുതൽ
ആണ് ഈ 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചവൻ എന്നുള്ളതായ ആ ഒരു പ്രയോഗം. ഇനിയും എന്താണ് ദൈവത്തിന്റെ 7 ആത്മാവ്? നമുക്ക് ആ ഒരു ഭാഗം ചിന്തിച്ചിട്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കാം. 7 ആത്മാവ്, 7 ആത്മാക്കളല്ല, 7 ആത്മാവ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വ്യാകരണം വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം പരിശുദ്ധാത്മാവ് വ്യാകരണം തെറ്റിക്കുന്ന ദൈവാത്മാവല്ല. അപ്പോൾ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും, ഇതിൽ 7 ആത്മാവ് എന്ത് എന്ന് നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. നമുക്ക് അതേക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് ഈ 7 ആത്മാവ് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചിട്ട് മുൻപോട്ട് പഠിക്കുവാൻ ശ്രമിക്കാം. വെളിപ്പാട് പുസ്തകം തന്നെ 1-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അതിൽ 4-ാം വാക്യം ഇപ്രകാരമായിരുന്നു നമ്മൾ വായിച്ചു പഠിച്ചത്: യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കൾ എന്ന ഒരു പ്രയോഗം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കാം ദൈവ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കൾ? നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം വാക്യം ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്: സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്, ദൈവത്തിന്റെ മുൻപാകെ പ്രശോഭിച്ചുകൊണ്ട് നിൽക്കുന്നതായ 7 ദീപങ്ങൾ, 7 വിളക്കുകൾ അല്ലെങ്കിൽ 7 വെളിച്ചങ്ങൾ. ഇതിനെ 7 ആത്മാക്കളെന്നും പറയുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 1-4 പറയുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കൾ. 4-5 പറയുന്നു ആ 7 ആത്മാക്കളും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദീപങ്ങളാണ് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ പ്രഭ പരത്തുന്ന, പ്രകാശം പരത്തുന്ന, വെളിച്ചം വിതറുന്ന 7 ദീപങ്ങളാണ് ഈ ആത്മാക്കൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ആലങ്കാരിക ഭാഷയാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, നമ്മൾ ഈ പരമ്പരയുടെ 1, 2, 3 ഭാഗങ്ങളൊക്കെ പഠിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷാ ശൈലിയെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അത് പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, വെളിപ്പാട് നമ്മുടെ ഈ പരമ്പരയിൽ തന്നെ നമ്മൾ 1, 2, 3 ഭാഗങ്ങൾ പഠിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷാ ശൈലികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആലങ്കാരിക ഭാഷ, അടയാള ഭാഷ എന്നിങ്ങനെയുള്ള ഭാഷാ ശൈലികൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കേൾക്കാത്തവര് ഇതിന്റെ 1, 2, 3 ഭാഗങ്ങൾ കേട്ടെങ്കിൽ മാത്രമേ ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആത്മാക്കൾ, 7 ആത്മാക്കൾ, 7 ദീപങ്ങളായി പ്രശോഭിക്കുന്ന 7 ആത്മാക്കൾ. ഇനിയും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ, അവിടെ 24 മൂപ്പന്മാരുണ്ട്, അവരുടെ മധ്യത്തിലും 7 ആത്മാക്കളായ 24 മൂപ്പന്മാരുണ്ട്. ആ മൂപ്പന്മാരുടെ മധ്യത്തിൽ, അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനം, 4 ജീവികൾ, 24 മൂപ്പന്മാർ. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ, ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ. അപ്പോൾ അത് ആരാണ്? നമുക്ക് വ്യക്തമായി അറിയാം, കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടുവല്ലോ യേശു ക്രിസ്തു തന്നെ എന്ന് പറയുന്നുണ്ട്. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും. നോക്കിയേ, ഇതാണ് പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 1-4 പറഞ്ഞു 7 ആത്മാക്കളെന്ന്, 4-5 പറയുന്നു അത് 7 ആത്മാക്കൾ എന്ന് പറയുന്നത് പ്രകാശം പരത്തുന്ന 7 ദീപങ്ങളെ പോലെയുള്ള 7 ആത്മാക്കളാണെന്ന്. എന്നാൽ 5-6 ഒരധ്യായം കൂടെ നമ്മൾ മറിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അപ്പോൾ ഇത് 7 കണ്ണെന്ന് പറയുമ്പോൾ കാണുന്നതാണ്, ഈ ലോകത്തെ മുഴുവൻ കാണുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന 7 ആത്മാക്കളായ 7 കണ്ണുകൾ. ഇതെല്ലാം ആരെക്കുറിച്ച് കാണുന്നു? ഇതാർക്കാ ഉള്ളത്? അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിന്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ 7 ആത്മാക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ വ്യക്തമായി കുറിക്കുന്നതാണ് ഈ 7 ആത്മാക്കൾ എന്ന പദം. അപ്പോൾ നമ്മൾ
മുമ്പേ വായിച്ചപ്പോൾ അത് 7 ആത്മാവെന്ന ഞാൻ പറഞ്ഞല്ലോ, അത് സിംഗുലർ ആണ്. അപ്പോൾ ഈ 7 ആത്മാവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണ്. അത് കുറച്ചുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. യെശയ്യാ പ്രവാചകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രവചനങ്ങൾ നിരത്തുമ്പോൾ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നാൽ അതിൻ്റെ 2-ാം വാക്യം, യെശയ്യാ പ്രവചനം 11 2-ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. അപ്പോൾ യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും. ഇവിടെ നോക്കിയേ, ഇവിടെ യേശുവിന്റെ മേൽ വസിക്കുന്ന ആത്മാവിന് 7 സ്വഭാവങ്ങൾ ഉള്ളത് കാണുന്നു. ആത്മാവ് ഒന്നേ ഉള്ളൂ, ആ ആത്മാവിന് 7 സ്വഭാവങ്ങൾ. എന്തൊക്കെയാണ്? അത് യഹോവയുടെ ആത്മാവാണ്, ജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, ആലോചനയുടെ ആത്മാവാണ്, ബലത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, യഹോവ ഭക്തിയുടെ ആത്മാവാണ്. ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ, ഇതെല്ലാം പറയുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചാണ്. ആ പരിശുദ്ധാത്മാവായ ദൈവമാണ് യേശു കർത്താവ് യോർദാനിൽ സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറന്ന് കർത്താവിന്റെ മേൽ ഇറങ്ങി വരുന്നത്. ആകാശത്തു നിന്നൊരു പ്രാവ് ഇറങ്ങി വരുന്നത് പോലെ, പ്രാവല്ല കേട്ടോ, അതുപോലെ കർത്താവിന്റെ മേൽ വന്ന് ആവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഥവാ പരിശുദ്ധാത്മാവായ ദൈവം. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ 7 സ്വഭാവങ്ങൾ കാണിക്കുന്നതാണ് 7 ആത്മാക്കൾ എന്ന പ്രയോഗം, അഥവാ 7 ദീപങ്ങൾ എന്ന പ്രയോഗം, അഥവാ 7 കണ്ണുകൾ എന്ന പ്രയോഗം. ഇത് പ്രിയമുള്ളവർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, നമുക്ക് ആ സംശയ നിവാരണം നടത്തി മുൻപോട്ട് പോകാം. പിന്നീട് ഈ യെശയ്യാ പ്രവചനത്തിന്റെ ആ 11:3 വരുമ്പോൾ ഈ ആത്മാവ് അവന്റെ മേൽ ഉള്ളതുകൊണ്ട് കർത്താവ് എന്തു ചെയ്യും? അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. എന്ന് വെച്ചാൽ ഇത് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ഇനിയും കർത്താവ് വരുവാനുള്ളപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഈ സ്വഭാവങ്ങൾ കൊണ്ട് കർത്താവിന് ചെയ്യുവാനുള്ള എന്താണ്? അവൻ നീതിയോടെ വിധിക്കുന്ന നീതിയുള്ള ന്യായാധിപതിയായി ഇവിടെ നീതിയോടെ ഭരണം നടത്തി നീതിയോടെ ന്യായം വിധിക്കും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ആ 7 സ്വഭാവങ്ങൾ മുഖേന കർത്താവ് ഇനിയും ചെയ്യുവാൻ പോകുന്നത്. മുൻപ് ചെയ്തതും അത് തന്നെ, ഭൂമിയിലായിരുന്നപ്പോഴും കർത്താവ് ചെയ്തത് അത് തന്നെയാണ്. മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2-ാം വാക്യത്തിലേക്ക് വരികയാണ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മൾ കഴിഞ്ഞ സഭകളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അവിടെ സഭയുടെ പ്രവൃത്തികൾ കർത്താവിന് വളരെ ഇഷ്ടമായി എന്ന്, ഒരു സഭയെക്കുറിച്ച് പറഞ്ഞത് നിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി ആദ്യ പ്രവൃത്തിയേക്കാൾ മേന്മയുള്ളത് എന്നാ പറഞ്ഞത്. എന്നാൽ എവിടെ നോക്കി ഈ സഭയുടെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ തികവുള്ളതായി, പൂർണ്ണതയുള്ളതായി കാണുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ സഭ ആത്മീയമായ ഉറക്കത്തിലേക്ക്, ആത്മീയമായ മൃതാവസ്ഥയിലേക്ക് പോയി. ഈ ദൂത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കുവാനുള്ള ചോദ്യമാണ്, ഞാൻ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട ക്രിസ്തു യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച യേശു ക്രിസ്തുവിന് വേണ്ടി എന്നെ സകലതും സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ച സമയത്ത് എന്നിലുണ്ടായിരുന്ന പ്രവൃത്തിയുടെ അതേ അളവിലാണോ ഇപ്പോൾ എന്നിലുള്ളത്? അതിൽ കുറവ് സംഭവിച്ചോ? അതിൽ കൂടുതൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മോട് തന്നെ, നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മെ തന്നെ ഒന്ന് വിധിക്കുവാനുള്ള ഒരു അവസരമാണ് നാം ഈ ദൂത് വായിക്കുമ്പോൾ. നമ്മെ ആദ്യം വിധിച്ചിട്ട് നമുക്ക് ചുറ്റുമുള്ളവരെ നോക്കാം, നമ്മുടെ സഭയിലേക്ക് പിന്നെ നോക്കാം. ആദ്യം നമ്മെ വിധിക്കുക. കാരണം നമ്മുടെ സഭയിൽ നമ്മെ പോലെയുള്ള അംഗങ്ങളാണ്, അവരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരെ വിധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സഭയുടെ ഉണർവിന് കാരണമായി തീരും. ഇവിടെ സഭ ഉറങ്ങിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ ചില പ്രയോഗങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9 മുതലുള്ള വാക്യം ഞാനൊന്ന് വായിച്ചു വിടുകയാണ്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയെ
പ്രബോധിപ്പിച്ച് ഉണർത്തുകയാണ്. നിങ്ങളുടെ പ്രവൃത്തി ശോഷിച്ചു പോകരുത്, നിങ്ങൾ ജാഗരൂകരായിരിക്കണം, നിങ്ങൾ ഉണർവുള്ളവരായിരിക്കണം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. നിങ്ങൾ ഉണർന്നിരിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ പ്രകാശമുണ്ടെങ്കിൽ, നിങ്ങളിൽ വെളിച്ചമുണ്ടെങ്കിൽ, എന്താണ് സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ, വെളിച്ചത്താൽ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ മുൻപിൽ പ്രശോഭിക്കുന്ന വെളിച്ചം വിതറുന്ന 7 ആത്മാക്കൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ആ വെളിച്ചമാണ്, പ്രകാശമാണ്. നമ്മിലുള്ള വെളിച്ചത്തെ പോഷിപ്പിച്ചുകൊണ്ട് ഉണർന്നിരിക്കുവാനാണ് നമുക്ക് ദൈവാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവ് സർദീസിലെ സഭയുടെ ദൂതെഴുതുമ്പോൾ ആ സഭ ഉറക്കത്തിലാണ്. നമുക്കെന്താണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, അഥവാ നാം ഉറക്കത്തിലാണ് എന്ന് നമുക്ക് ബോധ്യം വരികയാണെങ്കിൽ ഉണരുവാൻ, ജാഗരിക്കുവാൻ, ജാഗരൂകരാകുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ദൂതിലൂടെ നമുക്ക് കർത്താവ് നൽകുന്നത്. 3-ാം വാക്യം, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത്. വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, നീ രക്ഷിക്കപ്പെട്ട സമയത്ത് നീ പലതും പ്രാപിക്കുകയും നീ പലതും കേൾക്കുകയും ചെയ്തു. അതൊക്കെ ഓർത്തുകൊള്ളണം, അതൊക്കെ മുറുകെ പിടിച്ചുകൊള്ളണം എന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ചിലർ പറയുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരം എന്നൊരു സംഗതിയേ ഇല്ല, നിങ്ങൾ ഒരു പാപവും ചെയ്യാതെ അങ്ങ് ജീവിച്ചാൽ മതി. അഥവാ പാപം ചെയ്താൽ കർത്താവിനോട് മധ്യസ്ഥം അപേക്ഷിച്ചാൽ മതി, ക്ഷമിക്കാൻ അപേക്ഷിച്ചാൽ മതി, മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ കർത്താവ് സഭയോട് ദൂത് പറയുമ്പോൾ മിക്കവാറും സഭകളോടെല്ലാം ആ ദൂതുകൾ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു പദമാണ് മാനസാന്തരപ്പെടണം. ഒരിക്കൽ മാനസാന്തരപ്പെട്ടാൽ പോരാ, അത് രക്ഷയ്ക്കായുള്ള മാനസാന്തരമായിരുന്നു. ആ നിമിഷം വരെയും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ അത് മോചിക്കുവാൻ വേണ്ടിയുള്ള രക്ഷയ്ക്കായുള്ള മാനസാന്തരമായിരുന്നു. എന്നാൽ അനുദിന മാനസാന്തരം, അനുനിമിഷ മാനസാന്തരം ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമാണ് അനുനിമിഷ മാനസാന്തരം. മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്കും നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ഓർത്തെ, കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ യേശു കള്ളനാണെന്നല്ല, നനച്ചിരിക്കാത്ത സമയത്ത് കള്ളൻ വരുന്നത് ഒരിക്കലും നമുക്ക് നേരത്തെ വാട്സാപ്പിലൂടെ മെസ്സേജ് ഇട്ടിട്ടില്ല, ഞാൻ വരാൻ പോവാണ്, നിങ്ങളുടെ ഭവനം ഞാൻ ഭേദിക്കാൻ പോവാം എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് തന്നിട്ടുള്ള കള്ളൻ വരുന്നത്. കള്ളൻ പെട്ടെന്ന് നമ്മൾ ഗാഠനെതിരിലായിരിക്കുമ്പോഴാണ് കള്ളൻ വീട്ടിൽ കയറുന്നത്, ഓർത്തോണം. അപ്പോൾ കർത്താവ് അതുപോലെ നനച്ചിരിക്കാത്ത നേരത്ത് വരുമെന്നാണ് ഈ കള്ളനെ പോലെ വരും എന്നുള്ള പ്രയോഗം കർത്താവ് ഉപയോഗിക്കുന്നത്. പലയിടത്തും കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 21-ാം അധ്യായം അതിൻ്റെ 34 ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം, കർത്താവിൻ്റെ ദിവസം, നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഇത് പ്രത്യേകം ഓർത്തു നോക്കുക, ഇത് സഭയെക്കുറിച്ചുള്ള ദൂതല്ല, യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ദൂതാണ്. കാരണം ഭൂതലത്തിൽ വസിക്കുന്ന സകലുടെയും മേൽ അത് വരുമെന്ന കർത്താവിന്റെ ന്യായവിധിക്ക് മുമ്പായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ സഭ എവിടെയാണ്? സഭ കർത്താവിനോടുള്ള സ്വർഗത്തിലാണ് കേട്ടോ, അല്ല ഭൂമിയിൽ വസിക്കുകയല്ല. അപ്പോൾ ഇത് ഭൂമിയിൽ വസിക്കുന്നവരെ കുറിച്ച് അവിടെ പറയുന്നത്. എന്നാൽ ഞാൻ അതിന്റെ ഭാഷാപരമായ അർത്ഥം മാത്രം എടുക്കുന്നത് ഓർത്തോണം കേട്ടോ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടു. അപ്പോൾ എങ്ങനെയാണ് നാം ഉറക്കത്തിലേക്ക് പോകുന്നത് എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത്. 3 കാര്യം പറയുന്നു: അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത. ഇത് 3ഉം നമ്മെ പിടിക്കുവാൻ സാധ്യതയുള്ളതാണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഈ ലോകത്തിലാണ്, നാം ജീവിച്ചിരിക്കുന്നത് ഈ ജഡശരീരത്തിലാണ്. അപ്പോൾ ഈ ജഡശരീരത്തിൻ്റെ ആവശ്യങ്ങളാണ് ഈ ഭക്ഷണം, അതുപോലെ ഉപജീവന ചിന്ത എന്നൊക്കെ ഉള്ളത്. ഈ ജഡശരീരത്തിൻ്റെ ചിന്തകളാണ്.
അപ്പോൾ ഇവിടെ അതിഭക്ഷണത്താലും മദ്യപാനം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അത് ആരെന്തൊക്കെ, അത് ഏതൊക്കെ വേദവാക്യം, ഇപ്പം ഈ മദ്യപാനവും പ്രതിമാ വണക്കവും, ഞാൻ ഈ പ്രതിമാ വണക്കത്തെക്കുറിച്ച് ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. ഈ മദ്യപാനം, പ്രതിമാ വണക്കം, ഇതിനെ രണ്ടിനെയും, ഈ രണ്ട് കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർ, ഈ മദ്യപാനവും അതുപോലെ പ്രതിമാ വണക്കവും പ്രതിമാ ആരാധനയും പ്രോത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ വാക്യങ്ങൾ എടുത്ത് അതിനെ വല്ലാതെ കോട്ടി വ്യാഖ്യാനിച്ച് അനേകരെ വഴിതെറ്റിക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ബിംബാരാധികൾ അഥവാ ബിംബത്തെ വണങ്ങുന്നവർ സ്വർഗത്തിൽ പോവുകയില്ല, മദ്യപാനി സ്വർഗത്തിൽ പോവുകയില്ല. ആരൊക്കെ ഏതൊക്കെ വാക്യമെടുത്ത് എങ്ങനെയൊക്കെ കോട്ടി വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ അത് വിശ്വസിക്കുവാൻ ശ്രമിച്ചാലും ആത്യന്തികമായി വിശുദ്ധ വേദപുസ്തകം ന്യായവിധി കൽപ്പിക്കുന്നു, ബിംബാരാധികളും മദ്യപാനികളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുകയില്ല. ഇത് ഉറപ്പാണ്. അത് രക്ഷിക്കപ്പെട്ടവനായിക്കോട്ടെ, വേർപെട്ടവനായിക്കോട്ടെ, അല്ലാത്തവനായിക്കോട്ടെ. ഒരു പക്ഷേ ചിലർ നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നത്തേക്കുമായി രക്ഷിക്കപ്പെട്ടു, കർത്താവിന്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെടും. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം ആ നിമിഷം വരെയുള്ള നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു. പക്ഷെ അതിനുശേഷം പന്നി ഉരുളുന്നത് പോലെ ചേറ്റിൽ ഉരുളുവാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. അതാ കർത്താവ് പഠിപ്പിക്കുന്നത്. ഇത് ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. നിങ്ങളുടെ വിശുദ്ധ ജീവിതം, നിങ്ങളുടെ വേർപെട്ട ജീവിതം അന്ത്യത്തോളം കരുതിക്കൊള്ളുന്നവനെ വെളിപ്പാട് പുസ്തകത്തിൽ ജയിച്ചവൻ എന്ന് വിളിക്കുന്നത്. ഈ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അത് പഠിക്കും. ജയിക്കുന്നവൻ, ജയിച്ചവൻ എന്ന് വിളിക്കുന്നത്. ഇതാരും മറന്നു പോകരുത്, നിങ്ങളെ ആരും വഴിതെറ്റിക്കരുത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിപ്പിൻ. അപ്പോൾ കർത്താവിന്റെ ക്രോധ ദിവസത്തിൽ പിടിക്കപ്പെടാതിരിക്കുവാനായിട്ട് എന്തു ചെയ്യണം? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ട് ഇരിക്കണമെന്നാണ് വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് ദൂതായിട്ട് നമ്മോട് പറയുന്നത്. തുടർന്ന് 4-ാം വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ഇവിടെ ഉടുപ്പ് മലിനമാകുക എന്ന് പറയുന്നത്, അവിടെ ഉടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഈ വസ്ത്രമല്ല, അത് യഥാർത്ഥത്തിൽ നമ്മിലുള്ള ദൈവിക തേജസ്സിനെ കുറിച്ചാണ്, നമ്മെ ചുറ്റിയിരിക്കുന്ന ദൈവിക തേജസ്സിനെ കുറിച്ചാണ്. ആ ദൈവിക തേജസ് ഒരു അലക്കുകാരനാലും വെളുപ്പിക്കുവാൻ അസാധ്യമായ അത്ര തിളങ്ങുന്ന വെണ്മയാണ് നമ്മെ ചുറ്റിയിരിക്കുന്നതായ ദൈവിക തേജസ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് കഴുകൽ പ്രാപിച്ച് ദൈവ കൃപയിലേക്ക് നാം മടങ്ങി വന്നപ്പോൾ നമുക്ക് ലഭിച്ചതാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം. അത് നമ്മെ ചുറ്റിയിരിക്കുന്നത്, ഒരു വേലി പോലെ നമ്മെ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോവുകയും നമ്മൾ ഉറങ്ങുകയും നമ്മൾ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഒക്കെ നമ്മുടെ ജീവിതം വീണ്ടും പഴയ രീതിയിലേക്ക് പോയാൽ ഈ മഹത്വമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം വീണ്ടും മലീനസപ്പെടും, ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കുക. ഒരു വിധത്തിലും നമ്മുടെ ഉടുപ്പ് മലിനമാകുവാൻ തക്കവണ്ണമുള്ള അശുദ്ധ പ്രവൃത്തികളിൽ, അശുദ്ധ ജീവിതത്തിൽ ഇടപെടരുത്. പ്രത്യേകം ഓർത്തുകൊള്ളുക. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യവും വളരെ വ്യക്തമായിട്ട് അക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാനിനി എന്തു ചെയ്താലും കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെട്ടിരിക്കും, എൻ്റെ 1-2 കിരീടം നഷ്ടപ്പെടുകയുള്ളൂ എന്ന അബദ്ധജടിലമായ ഉപദേശം പഠിപ്പിക്കുന്നവരിൽ നിന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. കാരണം കർത്താവ് വളരെ കർക്കശമായി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കേണ്ട ഒരു കടമ ദൈവമക്കൾ ഓരോരുത്തർക്കും ഉണ്ട്. അത് ഒരു വിധത്തിലും അതിൻ്റെ
മാറ്റു കുറയ്ക്കുവാൻ, ആ ഉപദേശത്തിന്റെ മാറ്റു കുറയ്ക്കുവാൻ നാം അനുവദിക്കുവാൻ പാടില്ല. അഞ്ചാമത്തെ വാക്യം, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. നമ്മൾ നമ്മുടെ എടുക്കപ്പെടലിനെ കുറിച്ച് പഠിക്കുമ്പോൾ, തെസലോനിക്ക ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, അവർ സദാ ക്രിസ്തു യേശുവിനോട് കൂടെ ആയിരിക്കും. അപ്പോൾ യേശുവിനോട് കൂടെ നടക്കണമെങ്കിൽ ഈ വെള്ളയുടുപ്പ് ആവശ്യമാണ്. ഈ വെള്ളയുടുപ്പ് എന്താണ്? നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും യേശു ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവർ, ദൈവമക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ, ഇത് വളരെ ഗൗരവമാണ്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പേര് എവിടെ എഴുതപ്പെട്ടു? കർത്താവിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടു. കർത്താവിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ചിലർ നിങ്ങളെ പഠിപ്പിക്കും ഒരിക്കലും മായ്ച്ചു കളയില്ല എന്ന്. എന്നാൽ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് അവന്റെ പേര് എന്ന് വെച്ചാൽ ഈ വിശുദ്ധിയോടെ വെള്ള ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇവിടെ പറയുന്നത് പോലെ ജീവിക്കാത്ത ഒരുത്തന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുവാൻ സാധ്യത ഉണ്ട് എന്നല്ലേ? അങ്ങനെയാ ഞാൻ ഭാഷാ വ്യാകരണം പഠിച്ചിരിക്കുന്നത്. കാരണം മായ്ച്ചു കളയാതെ ഞാൻ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയാൻ സാധ്യതയുണ്ട് എന്ന ഒരു വ്യംഗ്യാർത്ഥം അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റു പറയും. നമ്മുടെ കർത്താവ് നമ്മുടെ പേർ വിളിക്കുന്ന നേരത്തിൽ നമ്മുടെ പേർ ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണമെങ്കിൽ, നമ്മുടെ വിശുദ്ധ ജീവിതം മുഖേന നമ്മുടെ ഉടുപ്പിന്റെ വെണ്മ കാത്തു സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നാം ഒരുക്കമുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 6-ാം വാക്യം പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ, ഓർത്തോണം. കർത്താവിനോടുകൂടെ എല്ലാവരും പോകണമെന്ന കർത്താവിന്റെ ആഗ്രഹം. അപ്പോൾ തന്നെ കർത്താവ് ആരെയും നിർബന്ധിക്കാറില്ല. അങ്ങനെ നിർബന്ധിക്കാവുന്ന കർത്താവിന് ഈ ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് പങ്കപ്പാട് ഏൽക്കേണ്ട ആവശ്യമില്ല. യഹൂദന്മാരുടെ അടിയും ആട്ടും തുപ്പും ഏൽക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് സ്വർഗത്തിലിരുന്ന ഒരു ദൂതനെ അയച്ചാൽ മതിയായിരുന്നു. ഈ ലോകത്തിലേക്ക് വന്ന എല്ലാവരെയും അങ്ങ് രക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു ദൂതനെ അയച്ചാൽ മതിയായിരുന്നു. പക്ഷേ അതല്ല കർത്താവിന്റെ പദ്ധതി. കർത്താവ് ഒരു മനുഷ്യനെയും തൻ്റെ പിന്നാലെ വരുവാൻ നിർബന്ധിക്കുന്ന കർത്താവല്ല. കർത്താവിൻ്റെ ഈ ലോകത്തിലെ 33 വർഷത്തെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് ആരെയും നിർബന്ധിച്ചില്ല, ആരെയും പിടിച്ചു വലിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോയില്ല. കർത്താവ് സുവിശേഷം അറിയിച്ചു, മാനസാന്തരപ്പെടുവാൻ പറഞ്ഞു. മാനസാന്തരപ്പെടുന്നവൻ നിത്യജീവൻ പ്രാപിച്ച് തന്നോടൊപ്പം ആവുമെന്ന് പറഞ്ഞു. മാനസാന്തരപ്പെടാൻ മടി കാണിക്കുന്നവൻ നശിച്ചു പോകുമെന്നും പറഞ്ഞു. അതാ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നിമിഷം വരെ മാനസാന്തരപ്പെടാത്ത ഒരുവനെങ്കിലും ഈ ബൈബിൾ ക്ലാസ് കേട്ടുവെങ്കിൽ, ശ്രവിച്ചുവെങ്കിൽ, നിങ്ങൾ കേട്ടല്ലോ, മാനസാന്തരപ്പെട്ട് പാപക്ഷമ പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരുവന്റെ ഉടുപ്പ് മാത്രമേ വെണ്മയോടെ ആയിരിക്കുകയുള്ളൂ. അങ്ങനെ വെണ്മയോടെ ഉടുപ്പ് ധരിക്കുന്ന, വെള്ളയുടുപ്പിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഇത് നമ്മുടെ ആത്മീയ ഉടുപ്പിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ ആത്മീയ ശരീരത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ആത്മീയ ശരീരത്തിന്റെ വെണ്മയെക്കുറിച്ചാണ് പറയുന്നത്. ആ വെണ്മ കാത്തു സൂക്ഷിക്കുന്നവനെ മാത്രമേ കർത്താവ് തൻ്റെ കൂടെ കൂട്ടുകയുള്ളൂ. അല്ലാതെ ഒരുവനെയും കർത്താവ് കൂട്ടുകയില്ല. കർത്താവ് പറയുന്നത് അനുസരിക്കാത്തവനെ കർത്താവ് കൈവിട്ട് കളയും എന്ന് വളരെ വ്യക്തമായി ഓർത്തുകൊള്ളുക. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.